രാജ്യത്തെ ഏറ്റവും തൻ്റെടമുള്ള കോൺഗ്രസ് നേതാവ് എന്നു മാത്രമല്ല, ഈ രാജ്യം ഇന്നു കാണുന്ന ഏറ്റവും അനുസരണയുള്ള കോൺഗ്രസ്സുകാരൻ ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കർണാടക ഉപമുഖ്യമന്ത്രി, കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ എന്ന് മാത്രം. പൊട്ടിത്തെറിക്കാവുന്ന വിഷയത്തിലും താഴ്ന്നുകൊടുത്ത് പാർട്ടിയെ രക്ഷിച്ചതോടെ രാജ്യത്തെ കോൺഗ്രസിൽ ഏറ്റവും അനുസരണയുള്ള നേതാവ് എന്ന പദവിയാണ് അദ്ദേഹത്തിന് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. തമ്മിൽ തല്ലുന്ന കേരള നേതാക്കൾക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കാൻ വന്നാൽ അത് ഇവിടെ വലിയൊരു അനുഗ്രഹമായിരിക്കുമെന്നാണ് ഇവിടുത്തെ പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയത്. നേതൃമാറ്റമടക്കമുള്ള വിഷയങ്ങളിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ശിരസാവഹിച്ചുകൊണ്ട് പൂർണ്ണമായും അനുസരിക്കുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രഖ്യാപിച്ചതോടെ ആ വലിയ മഞ്ഞുമലയാണ് ഉരുകിത്തീർന്നത്. എല്ലാ കാലവും പാർട്ടിയുടെ അച്ചടക്കമുള്ളൊരു പടയാളിയായിരുന്നു ഞാനെന്നും താൻ അങ്ങനെയുള്ളൊരു പാർട്ടി പ്രവർത്തകൻ മാത്രമാണെന്നും DK ശിവകുമാർ വ്യക്തമാക്കുകയായിരുന്നു. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ വസതിയിൽ പോയി പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങൾ പ്രവർത്തകർക്കിടയിൽ കാണിക്കാൻ വേണ്ടി തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു DK ഈ സന്ദേശം നൽകിയത്. ഇത് കർണാടകത്തിലെ കോൺഗ്രസ്സുകാരെ ആവേശത്തിരയിൽ ആറാടിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിദ്ധാരാമയ്യയെ തിരിച്ചും അദ്ദേഹം ക്ഷണിച്ചു. വരും ദിവസം തൻ്റെ വസതിയിലേക്ക് സിദ്ധാരാമയ്യ എന്ന മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ വരുമെന്നും DK ശിവകുമാർ വ്യക്തമാക്കി. ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് തങ്ങൾ ഇരുവരും. സംസ്ഥാനത്തെ പ്രവർത്തകർ തങ്ങളെ വലിയ രീതിയിൽ പിന്തുണച്ചു. കർണാടകയിലെ ജനങ്ങൾ വമ്പിച്ച വിജയം നൽകി അനുഗ്രഹിച്ചു. അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുക എന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റൊരു ഗ്രൂപ്പ് പ്രവർത്തനത്തിനും തന്നെ കിട്ടില്ലെന്നും DK ശിവകുമാർ പറയുമ്പോൾ പഴയ കോൺഗ്രസ് പ്രതാപത്തിലേക്ക് തന്നെ കർണാടക തിരിച്ചു പോകുന്നു എന്നുറപ്പായി കഴിഞ്ഞു. ജനങ്ങളുടെ പിന്തുണക്ക് നന്ദി പറഞ്ഞ DK ശിവകുമാർ സദ്ഭരണത്തിലൂന്നി ഈ സർക്കാർ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ആ പ്രഭാത ഭക്ഷണത്തിനിടെ 2028 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ഡിസംബർ 8 തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലെയും സർവ്വ നീക്കങ്ങളും ചർച്ചയായി എന്നുള്ളതാണ്. പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനും കൃത്യമായി മറുപടി നൽകാനും സർക്കാർ സജ്ജമാകുകയാണ് ചെയ്തത്. നേതൃത്വം സംബന്ധിച്ച പ്രശ്നത്തിൽ പാർട്ടി ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അനുസരിക്കുമെന്നവർ ഇരുവരും വ്യക്തമാക്കി. തങ്ങൾ എക്കാലവും പാർട്ടിയുടെ അച്ചടക്കമുള്ള പടയാളികളായിരുന്നു. തങ്ങൾ പാർട്ടിയുടെ പ്രവർത്തകരാണ്. 2028 കോൺഗ്രസ് സർക്കാർ തന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ തന്നെ തുടരും എന്നുള്ളത് ഒരുമിച്ചിരുന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ BJP എല്ലാം ഇന്ന് ഏറ്റവും അധികം ഉറ്റുനോക്കിയിരുന്നത് സിദ്ധാരാമയ്യയും DK ശിവകുമാറും രണ്ടായി പിരിഞ്ഞ് ഒരുപക്ഷെ ഭരണം തന്നെ അസ്തമിക്കാനുള്ളൊരു ഘട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ളതായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒരു പാഠമായി മാറുകയാണ് ശിവകുമാർ ചെയ്തത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ വസതിയിൽ പോയി അവരുടെ പ്രാതൽ കഴിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട രണ്ട് നേതാക്കളും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയതോടെ BJPയുടെ അഡ്രസ്സില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഏറെ നാളായി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനടക്കം തലവേദന എന്ന് പറയുന്ന കർണാടകയിലെ അധികാര വടംവലിക്ക് താൽക്കാലിക ശമനമല്ല, ഇതൊരു സ്ഥിരം ശമനമാണ് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്. തർക്ക പരിഹാര ഫോർമുല എന്തായിരുന്നുവെന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴും അത് ഈ ഭരണം കഴിയുന്നത് വരെയും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായും ഇന്ന് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം 2.5 വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം വീതം വെക്കുമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു എന്നാണ് ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞു കേട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്നേക്ക് അസ്തമിക്കുകയും 5 വർഷവും ഒരുപക്ഷെ സിദ്ധാരാമയ്യ തന്നെ പോവുകയും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് DK ശിവകുമാർ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യും എന്നാണ് അറിയുന്നത്. അതായത് വലിയൊരു സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേവഗൗഡയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൈയടക്കി വച്ചിരുന്ന ഒരു സമുദായത്തിൻ്റെ നേതൃനിരയിലേക്ക് വരികയും ആ സമുദായത്തെ മുഴുവനായും കോൺഗ്രസോട് അടുപ്പിക്കുകയും ചെയ്ത ഒരു നേതാവെന്നുള്ള നിലയിലും കർണാടകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും വളരെ ശക്തമായി കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരത്തിക്കുകയും ചെയ്ത DK ശിവകുമാർ തന്നെയാണ് ഇന്ന് രാജ്യത്തെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന് പറയുന്നതിൽ യാതൊരു കുറവുമില്ല കോൺഗ്രസിന്. കാരണം ഈ ഒരു സന്ദേശം എന്ന നിലയിൽ ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും പാഠമാക്കാവുന്നതാണ്.
ഇത്രയും വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് ഭയക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ തമ്മിൽ തല്ലുകൊണ്ട് മാത്രമാണ്. അതിന് DK ശിവകുമാർ കാട്ടിയ ഇതേ പാതയിലൂടെ സഞ്ചരിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു ക്ലാസ് ഇവിടെ എടുക്കാൻ പറഞ്ഞാലും കോൺഗ്രസിനത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് രാജ്യത്തുടനീളം കാണുന്നത്.